ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്ന ആമസോണിൽ എങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആമസോണിൽ നമ്മൾ റീചാർജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ആമസോൺ പേ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന പോലെ എനിക്കിപ്പോൾ ഉള്ളത് 560 രൂപ ഇതിനകത്ത് ബാലൻസ് ഉണ്ട്. അതിൽ കുറച്ച് പൈസ ക്യാഷ് ബാക്കിട്ട് കിട്ടിയതാണ്, ബാക്കി പൈസ ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് നിന്ന് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ആമസോൺ പേ ലേറ്റർ എന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ഓപ്ഷനാണ്. പിന്നെ ഇതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ആമസോണിൽ ഒരു UPI ID ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്നത് പോലെ UPI ID ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ശേഷം ഇതിനകത്ത് നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് യുവർ റിവാർഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ കുറേ ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ടാകും. അതായത് വിൻ അപ്പ് ടു എവറി ഡേ മണി ട്രാൻസ്ഫർ, ഓൺ മണി ട്രാൻസ്ഫർ, അല്ലെങ്കിൽ വിൻ അപ്പ് ടു 100 rupees 100 എവറി ഡേ, അങ്ങനെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ബിൽ പേയ്മെൻറ്റ്, അതായത് നമ്മൾ DTH അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അതിൻ്റെയൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 50 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. അത് ചെയ്യേണ്ടത് ആമസോൺ UPI ID വെച്ചിട്ടാണ് ചെയ്യാമോളോ, അങ്ങനെയാണെങ്കിലാണ് 50 രൂപ ക്യാഷ് ബാക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് തൊട്ട് താഴെ തന്നെ മൊബൈൽ അല്ലെങ്കിൽ DTH റീചാർജ് ചെയ്യുമ്പോൾ 50 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. അതും ഇതുപോലെ തന്നെ UPI ID ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ആമസോൺ പേയിൽ നമ്മൾ 500 രൂപ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 50 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിയ എമൗണ്ടാണ് ഞാനിപ്പോൾ അതിൽ കാണിച്ചു തന്നത് എൻ്റെ അക്കൗണ്ടിൽ. അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് ഓരോ ഓപ്പറേറ്റേഴ്സിൻ്റെ ഓഫർ ഉണ്ടാകും. ജിയോയുടെ ഓഫറുണ്ട്, അതിൽ എയർടെലിൻ്റെ, അതല്ലെങ്കിൽ വോഡാഫോൺ. ഈ എയർടെൽ, വോഡാഫോൺ ഇതൊക്കെ നമുക്ക് എത്ര രൂപ കിട്ടുന്ന കറക്റ്റ് പറയാൻ പറ്റില്ല. മറ്റേ മുകളിൽ കാണിച്ച UPI ID വെച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന DTHൻ്റെ റീചാർജിൽ, മൊബൈലിൻ്റെ റീചാർജൊക്കെ ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ടും 50 രൂപ എന്തായാലും നിങ്ങളുടെ ആമസോൺ പേയിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്, അത് ഉറപ്പാണ്. ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ റിവാർഡ്സ് ഞാൻ കാണിച്ചു തരാം. ആമസോൺ പേയിൽ എനിക്കിപ്പോൾ ടോട്ടൽ ക്യാഷ് ബാക്ക് ഏൺ ചെയ്തിരിക്കുന്നത് 515 രൂപയാണ്. ഈ വർഷം എനിക്ക് കിട്ടിയിരിക്കുന്നത് 240 രൂപ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ജൂൺ മാസം കിട്ടിയിരിക്കുന്നത് 110 രൂപയാണ്. ഈ റിവാർഡ്സിലെല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് കളക്ട് നൗ എന്ന് കൊടുത്തിട്ടേക്കുക. കളക്ട് നൗ കൊടുത്തിട്ടതിന് ശേഷം നമ്മൾ റീചാർജ് ചെയ്യുക അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുകയോ എല്ലാം ചെയ്ത് ആമസോൺ UPI ID വെച്ചിട്ടാണെങ്കിൽ അതുപോലെ തന്നെ ചെയ്താലാണ് കിട്ടുള്ളൂ. അത് പിന്നെ ഇതിനകത്ത് മണി ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ട്, വിൻ അപ്പ് ടു എവറി ഡേ 100 rupees. അത് ചിലപ്പോഴാണ് നമുക്ക് ഭാഗ്യം പോലെ ഇരിക്കും, ചിലപ്പോൾ കുറച്ച് പൈസ കിട്ടും, ചിലപ്പോൾ കുറേ രൂപ കിട്ടും. 1 രൂപ മിനിമം ഒരു ദിവസം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് എല്ലാ മാസവും എല്ലാ ദിവസവും ഈ ക്യാഷ് ബാക്ക് ഉണ്ട്. നമുക്ക് 1 രൂപ വെച്ച് ഡെയിലി ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ക്യാഷ് ബാക്ക് നമുക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് അക്കൗണ്ടിലേക്ക്. അപ്പം അങ്ങനെ കിട്ടിയ എമൗണ്ട് ആണ് എൻ്റെ അക്കൗണ്ടിൽ കാണുന്നത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആമസോണിൽ ക്യാഷ് ബാക്ക് കിട്ടുന്ന രീതികൾ. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.